ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും സമാധാനവും ശാന്തിയും ഭഗവത് കൃപയും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകണം. ഈ ലോക ജീവിതത്തിലും ആധ്യാത്മികമായും എല്ലാ നന്മകളും എല്ലാ സുഖജീവിതവും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. നമുക്ക് നാരായണീയം ദശകം 77 ജരാസന്ധ യുദ്ധം നമ്മൾ 4-ാമത്തെ ശ്ലോകം വരെ വായിച്ചു. നമുക്കിനി അത് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തിയിട്ട് നമുക്ക് 5-ാമത്തെ ശ്ലോകം വായിക്കാം. നമുക്ക് 4-ാമത്തെ ശ്ലോകം വായിച്ചത് ഇവിടെ കുബ്ജ ഭഗവാനെ തന്നെ കാത്തിരുന്നു. ഒരു ദിവസം പോലും മുടങ്ങാതെ ക്രമമായി എന്തൊക്കെയാണ് ഭഗവാനെ എന്ന് സൽക്കാരം എപ്പോൾ വന്നാലും ഭഗവാനെ സൽക്കരിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളോടും കൂടി തന്നെ അവർ കാത്തിരുന്നു. ഭഗവാൻ ഒരു ദിവസം ചെന്നു, അവിടെ തങ്ങി, അവർക്ക് വേണ്ടുന്ന എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റി. അന്ന് ഭഗവാന് ശരീരം ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത് നമുക്കും അവരുടെ ആഗ്രഹം അവർക്ക് സാധിച്ചു. നമുക്ക് എന്താണ് ആവശ്യം, നമ്മുടേതായ കാര്യങ്ങൾ നമുക്കും ഭഗവാനോട് പറഞ്ഞാൽ നമ്മുടെ ഉള്ളത്തിൽ ഭഗവാനെ വേണോ കുബ്ജയെ പോലെ, അപ്പം ഈശ്വരൻ നമ്മുടെ ഉള്ളത്തിലും വരും. അതുപോലെ എന്താണ് നമ്മുടെ ആവശ്യങ്ങൾ, അത് ആ കുബ്ജയെ പോലെ നമ്മൾ പ്രാർത്ഥിച്ചിരിക്കണം. ദിവസേന പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാനെ ഒരു ദിവസം പോലും മുടങ്ങാതെ അവർ ചെയ്തതുകൊണ്ട് അത് സാധിച്ചു. നമ്മൾ അതാ പഠിക്കേണ്ടത്. നമുക്ക് ഒരു ദിവസം പോലും മുടങ്ങാതെ ഈശ്വരാരാധനയിൽ മുഴുകിയിരുന്നാൽ നമ്മുടെ ആവശ്യങ്ങളെല്ലാം ഭഗവാൻ നേടിത്തരും. ഇതാണ് നമുക്കത് മനസ്സിലാക്കാനുള്ളത്. അവർക്കുള്ള ആവശ്യം അവർക്ക് ഭഗവാനെ വേണമായിരുന്നു. നമുക്ക് ഭഗവാനെ ഉള്ളത്തിൽ വേണം. നമ്മുടെ കാര്യങ്ങളെല്ലാം ഭഗവാൻ തരുകയും വേണം. അതാണ് നമ്മുടെ ആവശ്യം. അന്ന് അവർക്ക് ഭഗവാനെ ശരീരം ഉള്ളതുകൊണ്ട് അവർക്ക് അന്ന് അവരോടൊപ്പം രമിച്ചു. അവർക്ക് ഒരു പുത്രനെ നൽകി. ആ പുത്രൻ്റെ പേരാണ് എന്താണ്, സാഖ്യാചാര്യനായ വിശ്വവിശ്രുതനായി തീർന്ന ഉപശ്ലോകൻ എന്നാണ് ആ മഹാൻ്റെ പേര്, ആ കുബ്ജയുടെ മകൻ. അപ്പോൾ ഭഗവാൻ അവർക്ക് വേണ്ടുന്ന ആഗ്രഹം സാധിച്ചു. നമുക്ക് എന്താണ് ആഗ്രഹങ്ങൾ? ധനം വേണോ, വീട് വേണോ, മക്കൾ വേണോ, അതോ വിവാഹം വേണോ, എന്താണ് നമ്മുടെ ആഗ്രഹങ്ങൾ? അതുപോലെ നമുക്കും നമ്മുടെ ഉള്ളത്തിൽ കുബ്ജയെ പോലെ നമ്മുടെ ഉള്ളത്തിലും ഭഗവാൻ ഇരിക്കട്ടെ. അങ്ങനെ ആക്കിയെടുക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളെല്ലാം ഭഗവാൻ നേടിത്തരും. ഇതാ നമുക്ക് പഠിക്കാനുള്ളത്. നമുക്കിനി 5-ാമത്തെ ശ്ലോകം വായിക്കാം. ശ്ലോകം 5. അക്രൂരമന്ദിരമിതോധബലോ ഉത്ഥവാഭ്യാം അഭ്യർച്ചിതോ ബഹുനുതോ മുദിതേന തേന ഏനം വിസൃജ്യ വിപിനാഗത പാണ്ഡവേയ വൃത്തം വിവേദിത തഥാ ധൃതരാഷ്ട്രചേഷ്ടാം. അക്രൂരമന്ദിരമിതോധ ബലോ ഉത്ഥവാഭ്യാം അഭ്യർച്ചിതോ ബഹുനുതോ മുദിതേന തേന ഏനം വിസൃജ്യ വിപിനാഗത പാണ്ഡവേയ വൃത്തം വിവേദിത തഥാ ധൃതരാഷ്ട്രചേഷ്ടാം. ഇവിടെ ഭട്ടതിരിപ്പാട് പറയുന്നു, ഭഗവാനെ ഗുരുവായൂരപ്പ നാരായണ, അങ്ങ് ഭഗവാൻ ഒരിക്കൽ ബലരാമനോടും ഉദ്ധവരോടും കൂടി അക്രൂര ഗൃഹത്തിലെത്തി. ബലരാമൻ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ജ്യേഷ്ഠനായ ബലഭദ്രരാമനും ഉദ്ധവരും പരമഭക്തനായ ഉദ്ധവരും കൂടി ഇവിടെ അക്രൂര ഗൃഹത്തിലെത്തി. അവർ 3 പേരും, ഭഗവാനുമുണ്ട്, ഉദ്ധവരുമുണ്ട്, ബലരാമനുമുണ്ട്. അക്രൂര ഗൃഹത്തിലെത്തി. ഭഗവാന്റെ ആഗമനത്തിൽ ഭഗവാനോടെ ചെല്ലുന്നത് കൊണ്ട് സന്തുഷ്ടചിത്തനായ അക്രൂരന് അത്രത്തോളം സന്തുഷ്ടചിത്തനായി, മനസ്സ് അത്രത്തോളം സന്തോഷം കൊണ്ട് നിറഞ്ഞു. കാരണം ഭഗവാനല്ലേ ചെന്നേക്കുന്നത്. അപ്പോൾ അക്രൂരൻ ഭഗവാനെ വേണ്ട വിധം ആദരിച്ച് സ്തുതിച്ച് സൽക്കരിച്ചു. വേണ്ട വിധം അങ്ങനെയാ ആദരവോടുകൂടി തന്നെ ഭഗവാനെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് സൽക്കരിക്കുകയും ചെയ്ത്. അപ്പം നമ്മളിതിൽ പഠിക്കേണ്ട എന്താണ്, ബലരാമനോടും ഉദ്ധവരോടും കൂടിയാണ് ഇവിടെ ഭഗവാൻ അക്രൂര ഗൃഹത്തിലേക്ക് പോയത്. നമുക്കിതിൽ പാഠം, ഒരു യഥാർത്ഥ ഭക്തനാ ഉദ്ധവർ, ഭഗവാനെ അത്രത്തോളം ഇഷ്ടമായൊരു ഭക്തനാ. അപ്പം നമ്മളിതിൽ പഠിക്കേണ്ട പാഠം, നമ്മുടെ ഭവനത്തിൽ ഒരു ഭക്തൻ വന്നാൽ ആ ഭക്തൻ്റെ കൂടെ ആര് കാണും? അന്ന് ശരീരമുള്ള ഭഗവാൻ കൂടെ ചെന്നു. എന്നാൽ ഒരു ഭക്തൻ്റെ കൂടെ എപ്പോഴും പരമാത്മാവായ കൃഷ്ണൻ കൂടെ കാണും.
അത് ഏത് രൂപത്തിലായാലും പിന്നെ ശ്രീരാമനായിട്ടാണോ എങ്ങനെയായാലും അല്ലെ പരമാത്മാവായ ആ പരബ്രഹ്മ വസ്തുവായി അങ്ങനെ ആയാലും എല്ലാം ഒരു ഭക്തനിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കും. അപ്പോൾ നമ്മളൊരു ഭക്തനെ കണ്ടാൽ എന്താ വേണ്ടേ? ആദരിക്കണം, ബഹുമാനിക്കണം, സ്തുതിക്കണം, സൽക്കരിക്കണം. കാരണം എന്താ? ആ ഭക്തൻ്റെ ഹൃദയം നിറച്ചും പരമാത്മാവാണെന്ന് നമ്മൾ സങ്കല്പിക്കണം. ഇവിടെ അതാണ് നമുക്ക് പാഠം. കാരണം ഭഗവാൻ ഒരിക്കൽ ബലരാമനോടും ഉദ്ധവരോടും കൂടി അക്രൂര ഗൃഹത്തിലെത്തി. അപ്പോൾ ഈശ്വരനോട് കൂടിയാണ് ചെന്നേക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പോൾ ദേഹമില്ലാത്ത ഭഗവാൻ. ഒരു ഭക്തൻ നമ്മുടെ വീട്ടിൽ വന്നാൽ ആ ഭക്തൻ്റെ ഹൃദയം നിറച്ചും പരമാത്മാവായ ഈശ്വരൻ തന്നെയാണ്. അപ്പോൾ നമ്മളും ആ ഭക്തനെ ബഹുമാനിക്കുന്നത് ആരെ ബഹുമാനിക്കുക? ആദരിക്കുക, സ്തുതിക്കുക ഈശ്വരനെ. ഭഗവാൻ കൃഷ്ണനെയാണ് ഒരു ഭക്തനെ ബഹുമാനിക്കുമ്പോൾ അവിടെ ആ ഈശ്വരനെ എങ്ങനെ കാണുന്നു അതുപോലൊരു ഒരു ഈശ്വരഭക്തനെ അങ്ങനെ കാണുമ്പോൾ അത് ഈശ്വരനായിട്ടാണ് അവിടെ അനുഭവം. അത് ഭഗവാൻ അത് യഥാർത്ഥത്തിൽ മനസ്സിലാക്കി ആ വീട്ടിൽ ചെന്നു, എൻ്റെ ഭക്തൻ എന്നെ ആദരിച്ചു. ആരെ? ഭഗവാനെ. ഇപ്പോൾ ഉദ്ധവരെ അവിടെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്താൽ അവിടെ ഭഗവാനും കൂടെ ഉണ്ട്. പക്ഷേ ഒരു ഭക്തൻ മാത്രമേ ഉള്ളെങ്കിൽ അത് അവരെ ചെയ്യുന്നത് ഭഗവാന് ചെയ്യുന്നത് തുല്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ടുന്നത്. ഇതാണ് നമ്മൾ പഠിക്കേണ്ട പാഠം. വെറുതെ വായിച്ചു പോയിട്ട് കാര്യമില്ല. ഒരു ഭക്തനാണ് ഉദ്ധവർ, അത്രമാത്രം ഭക്തനാണ്. അതുപോലെ ഈ ലോകത്ത് ഒരുപാട് ഭക്തന്മാരുണ്ട്. നമുക്ക് മനസ്സിലാകുന്ന ഒരു ഭക്തനാണോ? അപ്പോൾ ഈശ്വരനെ കാണുന്നത് പോലെ അദ്ദേഹത്തിനെ കാണാം. അപ്പോൾ എന്ത് വന്നു? അവരുടെ ആഗമനത്തിൽ ഭഗവാനും ഉദ്ധവരും ബലരാമനും കൂടി അങ്ങനെ ചെന്നപ്പോൾ സന്തുഷ്ടചിത്തനായ അക്രൂരൻ ഭഗവാനെ വേണ്ട വിധം ആദരിച്ച് സ്തുതിച്ച് സൽക്കരിച്ചു. പിന്നെ അവിടുന്ന് അക്രൂരനെ പറഞ്ഞയച്ച് കാനനത്തിൽ നിന്നും നാട്ടിലെത്തിയിരിക്കുന്ന പാണ്ഡവരുടെ കഥ. കാരണം പാണ്ഡവരെ വനത്തിലേക്ക് പറഞ്ഞു വിട്ട് അവരെങ്ങനെ ജീവിക്കുന്നു, അവരെങ്ങനെയാണ് അവരുടെ അവസ്ഥ, ഇതറിയാൻ വേണ്ടി. അത് മാത്രമല്ല, ധൃതരാഷ്ട്രർ അവരോട് എങ്ങനെ പെരുമാറുന്നുവെന്നും മനസ്സിലാക്കി. ആരെ കൊണ്ട്? അക്രൂരനെ കൊണ്ട്. അക്രൂരൻ വഴിയായിട്ട് ഭഗവാന് ഈ പാണ്ഡവരെങ്ങനെ കഴിയുന്നു, അവരുടെ കഥ എങ്ങനെ, അവരുടെ ചരിത്രങ്ങൾ എങ്ങനെയായി തീർന്നു. ഈ ധൃതരാഷ്ട്രർ കൊച്ചച്ഛനാണല്ലോ കണ്ണു കാണാമയത്ത് അന്ധനായ ധൃതരാഷ്ട്രർ. അപ്പോൾ ഇവരോട് എങ്ങനെ പെരുമാറുന്നു എന്നൊക്കെ ഭഗവാൻ മനസ്സിലാക്കി. അപ്പോൾ അക്രൂരനെ കൊണ്ട് അത് മനസ്സിലാക്കിപ്പിച്ചു. ഭഗവാൻ അത്രമാത്രം സ്നേഹമാണ് ഈ പാണ്ഡവരോട്, അർജുനാദികളോട്. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കാനായിട്ട് ഭഗവാൻ അവിടെ നന്നായി അക്രൂരൻ്റെ ഭവനത്തിലേക്ക് ചെന്നത് അതിനാണ്. പാണ്ഡവരോടുള്ള സ്നേഹം അത്രയ്ക്കുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് അവർ വനത്തിൽ നിന്ന് വന്ന് കാനനത്തിൽ നിന്ന് നാട്ടിലെത്തിയിരിക്കുന്ന, അപ്പോൾ വനത്തിൽ നിന്നെല്ലാം അവർ നാട്ടിലേക്ക് എത്തിയെന്ന അവരുടെ ജീവിതാവസ്ഥ എങ്ങനെയാണ് എന്നറിയാനും ഈ ഈ ദുര്യോധനാദികൾ എങ്ങനെ അവരോട് പെരുമാറുന്നു എന്നും ഭഗവാൻ മനസ്സിലാക്കുന്നു. നമുക്കും ഇതുപോലെയാണ് മക്കളെ. നമ്മൾ എങ്ങനെ ജീവിക്കുന്നു, ഒരു ഭക്തൻ എങ്ങനെ കഴിയുന്നു എന്ന് ഭഗവാൻ ആരെ കൊണ്ടെങ്കിലും വിട്ടെങ്കിലും, ഭഗവാൻ ദൂതനെ വിട്ടെങ്കിലും മനസ്സിലാക്കും. നമ്മളത് മനസ്സിലാക്കണം. ഇവിടെ പാണ്ഡവരോടുള്ള സ്നേഹം കൊണ്ട് പോരെങ്കിലോ എന്തോ പറയുക, അവരുടെ അമ്മ കുന്തിദേവി ഭഗവാന്റെ അപ്പച്ചിയാണ്, അച്ഛൻ്റെ പെങ്ങളാണ്. എല്ലാം കൊണ്ടും സ്വന്തവും ബന്ധവും അത്രത്തോളം സ്നേഹവും ഭക്തിയൊക്കെ ഉള്ളവരാണ് അവർ. അപ്പോൾ അവരുടെ കഥ തിരക്കണ്ടേ ഭഗവാന്? നമ്മളും അങ്ങനെ ഒരു ബന്ധുവാണ് നമ്മൾ, പരമാത്മാവിൻ്റെ ബന്ധു, ഭഗവാൻ കൃഷ്ണൻ്റെ ബന്ധുവാണ് നമ്മൾ. അപ്പോൾ ഒരു ഭക്തൻ, അങ്ങനെയുള്ള ഭക്തനാകുമ്പോൾ ഭഗവാൻ നമ്മളെയും എങ്ങനെ ജീവിക്കുന്നു എന്ന് ഭഗവാൻ തിരക്കും. നമ്മളത് മനസ്സിലാക്കണം. അല്ലാതെ അവിടെ പാണ്ഡവരെ മാത്രമല്ല ഭഗവാൻ തിരക്കുന്ന, ലോകമേ ഭഗവാന്റെയാണ്. എല്ലാവരും ഭഗവാന്റെ മക്കളാണ്. അപ്പം നമ്മൾ അതുപോലൊരു മക്കളായി തീർന്നാൽ ഭഗവാൻ നമ്മുടെ കാര്യവും ഇതുപോലെ ശ്രദ്ധിക്കും. ആരെ വിട്ടെങ്കിലും തിരക്കിപ്പിക്കും. എങ്ങനെ കഴിയുന്നു, വല്ലതും വെച്ച് കുടിച്ചിട്ടുണ്ടോ, ഇതൊക്കെ തിരക്കി. അതാണ് ഭഗവാൻ ഇവിടെ നമുക്ക് തരുന്ന ഈ പാഠം. നമ്മൾ അതാ മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് 6ാമത്തെ ശ്ലോകം കൂടെ വായിക്കാം. ശ്ലോകം 6. ഇത് സംസ്കൃതമൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ ഞാൻ വായിക്കുന്നത് ശരിയാവണമെന്നില്ല. വിഘാതാൽ ജാമാതു പരമസുഹൃദോ ഭോജ നൃപതേർ. നൃപൻ രാജാവ്, ഭോജ അതായത് കംസൻ, ഭോജാധിപനാ കംസൻ. അപ്പോൾ ഭോജ നൃപതേർ എന്ന് പറഞ്ഞാൽ ഇവിടെ കംസനെയാണ് പറയുന്നത്. അതായത് ജാമാതാവാണ്. ആരുടെയാ? ജരാസന്ധൻ്റെ 2 പെൺമക്കളുടെ ഭർത്താവാണ് കംസൻ. അതുകൊണ്ടാണ് അവിടെ ജാമാതാവ് എന്ന് പറയുന്നത് കംസനെ. വിഘാതാൽ ജാമാതു പരമസുഹൃദോ ഭോജ നൃപതേർ ജരാസന്ധേരുന്ധത്യനവധി രുഷാന്ധേത മധുരാം രഥാദേർദ്യോർലബ്ധൈകാതിപയബലസ്ത്വം ബല അയുധാ ത്രയോവിംശത്യക്ഷൗഹിണി തത് ഉപനീതം സമഹൃത.
വിഘാതാൽ ജാമാതു പരമസുഹൃദോ ഭോജ നൃപതേർ ജരാസന്ധേരുന്ധത്യനവധീരുഷാന്ധേധ മധുരാം രഥാദ്യോർ ലബ്ധൈകാതിപയബലസ്ത്വം ബല ആയുധം ത്രയോവിംശത്യക്ഷൗഹിണി തത് ഉപനീത സമഹൃത. ഇവിടെ കംസനെ വധിച്ചതുകൊണ്ട് ജരാസന്ധൻ കംസൻ്റെ അമ്മായി അപ്പനാണല്ലോ, അമ്മായി അച്ഛൻ. കാരണം 2 പെൺമക്കളുടെ ഭർത്താവാണ് കംസൻ, രാജാവായ കംസൻ. അതുകൊണ്ട് ജരാസന്ധനായ ഈ അസുരന് ഭഗവാനോട് അത്രമാത്രം ദേഷ്യമുണ്ട്, വിരോധമുണ്ട്. അതുകൊണ്ട് അനന്തരം ഇങ്ങനെയെല്ലാം കാനനത്തിൽ നിന്ന് വന്ന പാണ്ഡവരെ എന്താണ് അവരുടെ അവസ്ഥ, ധൃതരാഷ്ട്രം എങ്ങനെയാണ് അവരോട് പെരുമാറുന്നത്, ഇതൊക്കെ മനസ്സിലാക്കാൻ ഭഗവാൻ അക്രൂരൻ്റെ അടുക്ക ചെന്നു. എന്നാൽ അനന്തരം അതിനുശേഷം ജരാസന്ധൻ തൻ്റെ ജാമാതാവും, അപ്പോൾ ജരാസന്ധൻ്റെ ജാമാതാവ് എന്ന് പറഞ്ഞാൽ കംസൻ, കാരണം മരുമകനാണ്, ഉറ്റ സുഹൃത്തുമായ ഭോജരാജനെ, എന്നാൽ ഉറ്റ സുഹൃത്തുമാണ് ഈ കംസൻ. പിന്നെ പെൺമക്കളുടെ ഭർത്താവുമാണ്, എന്നാലോ ഉറ്റ സുഹൃത്തുമാണ് ഭോജരാജനെ കൃഷ്ണൻ നിഗ്രഹിച്ചതിലുള്ള. അപ്പോൾ ഉറ്റ സുഹൃത്തുമാണ്, ജാമാതാവുമാണ്. അങ്ങനെയുള്ള കംസനെ ഭഗവാൻ കൃഷ്ണൻ നിഗ്രഹിച്ചു വധിച്ചതിലുള്ള പ്രതിഷേധത്താൽ കോപാന്ധനായി മധുരാപുരി ആക്രമിച്ചു. ജരാസന്ധന് അത്രത്തോളം ദേഷ്യം, ക്രോധമുണ്ട്, കോപാഗ്നായെന്ന് വെച്ചാൽ അത്രമാത്രം വിരോധം ഭഗവാനോടുണ്ട്. രണ്ട് പെൺമക്കളുടെയും ഭർത്താവല്ലേ, പോരെങ്കിൽ രാജാവല്ലേ കംസൻ അവിടുത്തെ. അതുകൊണ്ട് ഭഗവാന്റെ മധുരാപുരിയെല്ലാം ആക്രമിച്ചു. ആ സമയം സ്വർഗത്തിൽ നിന്നും അയച്ച രഥവും സാരഥിയും ഒക്കെ ഉൾപ്പെടെ കുറച്ച് സൈന്യവുമായി നിന്തിരുവടി ബലരാമനുമൊത്ത് ജരാസന്ധൻ്റെ 23 അക്ഷൗഹിണി പടയെയും സംഹരിച്ചു. അവൻ വെറുതെ ഇരുന്നോ ഭഗവാൻ? അയാൾ ജരാസന്ധൻ ദേഷിച്ച് കോപാന്ധനായിട്ട് ആക്രമിച്ചതിന് എന്താണ് ഭഗവാൻ ചെയ്തത്? ഭഗവാൻ സ്വർഗത്തിൽ നിന്ന് അയച്ച രഥവും സാരഥിയുമൊക്കെ ഉൾപ്പെടെ കുറച്ച് സൈന്യവുമായി ഭഗവാൻ എന്ത് ചെയ്തു? ബലരാമനുമൊത്ത് ജരാസന്ധൻ്റെ 23 അക്ഷൗഹിണി പടയെയും ഭഗവാൻ സംഹരിച്ചു. അതാണ് ഭഗവാൻ. നമുക്കതുകൊണ്ട് ആരെ, ഈ ലോകത്തിലുള്ള ഈ രാജാക്കന്മാരെ നമ്മൾ സ്നേഹിക്കണോ അതോ പരമാത്മാവായ ഭഗവാനെ സ്നേഹിക്കണോ? ആരാ നമുക്ക് ബന്ധു? ഇത് വെച്ച് നമുക്ക് മനസ്സിലാക്കിക്കൂടെ? ഈ ലോകത്തുള്ള ഏത് രാജാവായാലും താഴെ നിൽക്കത്തേയുള്ളൂ. പരമാത്മാവായ ഭഗവാനെ കൊണ്ട് യാതൊന്നും അസാധ്യമല്ല. അവിടെ ബലരാമനൊത്ത് എന്താ ചെയ്തത്? പിന്നെ സൈന്യം, സാരഥിയും രഥവും ഒക്കെ എവിടെ നിന്ന് വന്നു? സ്വർഗത്തിൽ നിന്ന് വന്നു. അപ്പോൾ കുറച്ച് സൈന്യവും വന്നു. ഭഗവാൻ അപ്പോൾ ബലരാമനൊത്ത് ഈ ജരാസന്ധൻ്റെ 23 അക്ഷൗഹിണി പടയും സംഹരിച്ചപ്പോൾ ഭഗവാൻ എവിടെ നിൽക്കുന്നു? ഈ രാജാവായിരിക്കുന്ന കംസൻ എവിടെ നിൽക്കുന്നു? അപ്പോൾ നമുക്ക് എത്രയും ഒന്നും അസാധ്യമല്ലാത്ത പരമാത്മാവായ ഭഗവാനെ തന്നെയാണ് നമുക്ക് ശരണം. അവിടുന്ന് ഒന്നിനും അസാധ്യമല്ല. കംസന് എത്രത്തോളം ആളുകളുണ്ട് ഈ അസുരന്മാർ, പക്ഷെ അവിടെ വല്ലതും നേടിയോ? ജരാസന്ധന് എന്തെങ്കിലും ഭഗവാനെ ചെയ്യാൻ പറ്റിയോ? ആക്രമിക്കുന്ന വല്ല രക്ഷയുണ്ടോ? കംസൻ്റെ ഭാര്യമാരായ അസ്ഥിയും പ്രാപ്തിയും, അവരുടെ പേരാണ്. ഒരു ഭാര്യയുടെ പേര് അസ്ഥിയും, ഒന്നിനൊരു പ്രാപ്തിയും. ജരാസന്ധൻ്റെ മക്കളാണ്. അതാണ് ജരാസന്ധന് കംസൻ ജാമാതാവായത്. ആ കംസനെ കൊന്നതിൽ ജരാസന്ധന് കോപമുണ്ടായി. അവൻ കോപം കൊണ്ട് അന്ധനായി, കണ്ണു കാണാൻ വയ്യാത്തവനെ. ക്രോധം മൂത്താൽ നമുക്ക് കണ്ണു കാണാൻ വയ്യാതായി പോവും. എന്ത് പറയണമെന്ന് നമുക്ക് അറിയത്തില്ല. അതായത് അവിവേകങ്ങൾ നഷ്ടപ്പെട്ടവനായി. വിവേകവുമില്ല, വിവേകം എങ്ങോട്ട് പോയി? കോപം കൊണ്ട് അവിവേകമായി പോയി. അപ്പം വിവേകം നഷ്ടപ്പെട്ടവനായി എന്ത് ചെയ്യണമെന്നറിയാതെ, ഭഗവാന്റെ മാഹാത്മ്യം അറിയാതെ കൃഷ്ണനെ ശത്രുവായി കരുതി മധുര ആക്രമിച്ചു. അപ്പോൾ ഭഗവാൻ എന്താണ്, ഈശ്വരൻ ആരാണെന്ന് മനസ്സിലാക്കുന്നില്ല ഈ ദുഷ്ടനായ കംസനും. അതുപോലെ തന്നെ കംസനെ വധിച്ചതിന് ശേഷം ജരാസന്ധനും ഭഗവാനെ മനസ്സിലാക്കുന്നില്ല. കംസനോ മനസ്സിലാക്കിയില്ല, അതുകൊണ്ടാണല്ലോ അതിനെ വധിച്ചത്. ഈ ജരാസന്ധനായ അവനും ഭഗവാനെ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് വിവേകമെല്ലാം നഷ്ടപ്പെട്ടവനായി എന്ത് ചെയ്യണമെന്നറിയാതെ കൊണ്ട് അന്ധനായപ്പോൾ ഭഗവാന്റെ മാഹാത്മ്യം അറിയാതെ പോയി. നമുക്കും എന്ത് വേണം? ഈശ്വരൻ്റെ മാഹാത്മ്യം നമ്മൾ അറിയണം. പരമാത്മാവ് ആരാണ്, കൃഷ്ണൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഭഗവാനെ നമ്മൾ സ്നേഹിക്കാനും ഭക്തിപൂർവ്വം ഇരിക്കാനും. അതുകൊണ്ട് ചിലരെന്തോ നാമം ചെല്ലുന്നു പിന്നെ എന്തുവാ എന്നൊക്കെ മനസ്സിലാക്കുന്നവരുണ്ട്. അതുകൊണ്ട് എല്ലാവരും മനസ്സിലാക്കണം, ഈശ്വരൻ എന്ന് പറയുന്നത്
ഈശ്വര ചൈതന്യം ആ ശക്തി സ്വരൂപനാണ്. അത് അവതാരം എടുത്ത ഭഗവാൻ കൃഷ്ണനാണ്. അപ്പോൾ ലോകത്തിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യമൂർത്തിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം കൃഷ്ണൻ ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈശ്വരൻ നാരായണൻ വിരാട് പുരുഷനാണ്, അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ കൃഷ്ണൻ്റെ മാഹാത്മ്യം അറിഞ്ഞില്ല ഈ ജരാസന്ധൻ. അതുകൊണ്ട് കൃഷ്ണനെ ശത്രുവായി കരുതി മധുര ആക്രമിച്ചു. സൈന്യബലം നഷ്ടപ്പെടുത്തിയത് മാത്രം മിച്ചം. അവൻ്റെ ജരാസന്ധൻ്റെ സൈന്യബലം മൊത്തവും നഷ്ടപ്പെടുത്തി. ഭഗവാൻ അടങ്ങിയിരിക്കൂ. അപ്പോൾ സൈന്യബലം നഷ്ടപ്പെടുത്തിയത് മാത്രം മിച്ചം. മധുര ജയിച്ചടക്കാനായോ? പറ്റിയോ? അപ്പോൾ ഭഗവാൻ എന്ത് അവിടെ അവൻ്റെ സൈന്യം മൊത്തവും നശിച്ചതല്ലാതെ ഈ മധുര പിടിച്ചടക്കാൻ ജരാസന്ധന് കഴിഞ്ഞില്ല. അപ്പോൾ നമ്മളും ഇത് മനസ്സിലാക്കണം. നമുക്ക് ഭഗവാന് ഇഷ്ടമില്ലാത്ത യാതൊന്നും നടക്കത്തില്ല, ഒന്നും നടക്കുകയില്ല. ആരെന്ത് വിചാരിച്ചാൽ നടക്കത്തില്ല. ഈശ്വരനൊന്ന് സാധിച്ചാൽ വിചാരിച്ചാൽ അത് തന്നെ സാധിക്കും. അതാണ് ഈശ്വരൻ. നമുക്ക് അപ്പോൾ മനസ്സിലാക്കണം, പരമാത്മാവിനെ ലോകം മൊത്തം നിറയ്ക്കുന്ന ആ ചൈതന്യം, ആ ശക്തി സ്വരൂപൻ യാതൊരു കാരണത്തിലും വിട്ടുവീഴ്ചയില്ല. ദുഷ്ടനെ അപ്പോഴേ നിഗ്രഹിക്കുകയാണ് ഭഗവാന്റെ ഇഷ്ടം. അപ്പോൾ ഒരു ഭക്തനായ നമ്മൾ ആ ഒരു ഭക്തനാവുക, ഭഗവാന്റെ ദാസനായി കഴിയുക. ഭക്തിപൂർവ്വം പ്രേമമാകുന്ന ഭക്തിയിൽ മുഴുകിയിരുന്നാൽ നമ്മുടെ കാര്യം ഓക്കെ, എല്ലാം ഈശ്വരൻ സാധിച്ചു തരും. ദുഷ്ടന്മാരെ വകവരുത്തുകയും ചെയ്യും. അവരുടെ കാര്യമൊന്നും സാധിക്കത്തുമില്ല. അപ്പോൾ നമുക്ക് എന്ത് വേണം? ഈശ്വരനോട് കൂടി ചേരാൻ. നമുക്ക് പരമാത്മാവിനെ നമ്മുടെ ഉള്ളത്തിൽ വഹിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. എല്ലാവർക്കും നമസ്കാരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.